അപ്പൊ തുടങ്ങാം അല്ലേ? അത് മക്കളും കൊച്ചന്മാരും കൂടെ അയക്കും. 1, 2, 3, 4. മഹാവിഷ്ണുവിന്റെ അവതാരമല്ലേ? തീർച്ചയായിട്ടും. ഇത് മേൽശാന്തി സുബ്രഹ്മണ്യ ശാസ്ത്രികൾ. അസ്സലാമു അലൈക്കും. ദ്വീപിൽ ഒരു മനുഷ്യൻ കുത്തിയിരിപ്പുണ്ട് വർഷങ്ങളായിട്ട്. ഞാനാണ് ദൈവം, ഞാനാണ് ദൈവം, ഞാനേ ഉള്ളു ദൈവം എന്നൊക്കെ പറഞ്ഞ് ഒരു മനുഷ്യൻ അവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ വിചിത്രമായ ആ മനുഷ്യൻ താമസിക്കുന്ന ആ ദ്വീപിലേക്കാണ് ഞാൻ പോകുന്നത്. കണ്ടോ ഇനി എന്ത് സംഭവിക്കും കേട്ടോ. ജ്ഞാനത്തെ നമുക്കൊന്ന് ശല്യപ്പെടുത്താം. അദ്ദേഹം ഒന്നും അറിയുന്നില്ല, ഞാൻ ചുറ്റുപാട് നടക്കുന്ന സംഭവം ഒന്നും അറിയുന്നില്ല എന്ന് വിചാരിക്കുന്നു. ഇല്ല, കണ്ണു തുറക്കുന്ന ലക്ഷണമില്ല. ഏതോ ലോകത്തിലാണ്, മായിക ലോകത്തിലാണ്, ഏതോ സ്വർഗ്ഗലോകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. ചേട്ടാ, ചേട്ടാ, ഞാൻ തട്ടി ഉണർത്താൻ പോവുകയാണ്. ഇത് കണ്ടോ, നിങ്ങൾ ആദ്യം സെറ്റപ്പ് നിന്ന് കാണുക. ഈ വള്ളിപ്പടർപ്പിൻ്റെ ഈ കീഴത്താണ് അദ്ദേഹം താമസിക്കുന്നത്, കിടക്കുന്നത്. ഇവിടെയാണ് കിടക്കുന്നത് വർഷങ്ങളോളം. ഞാൻ ഇരിക്കുന്നതായി പറയുന്ന ആൾത്തറ ക്ഷേത്രത്തിൻ്റെ വടക്ക് വശത്താണ്. അതെ. എന്നാൽ താങ്കൾ പറയുന്ന വടക്ക് വശത്ത് അങ്ങനെ ഒരു ആളില്ല എന്ന് പറയുന്നു. പുറലോട് യാതൊരു ബന്ധമില്ല, പക്ഷെ എല്ലാം അറിയുന്നുണ്ട്. അറിയുന്നത് ഇല്ലെന്നുള്ളത് ഇപ്പം ഞാൻ തെളിയിച്ചു തരാം. സ്വാമിജി, സ്വാമി ഒന്ന് കുത്തിക്കോട്ടെ, എന്തായാലും സംസാരിക്കുമ്പോൾ ഒന്ന് കുത്താൻ. എന്തായാലും ഞാൻ വന്നതൊക്കെ അറിയുന്നുണ്ടായിരുന്നോ? സമയം വരുമ്പോഴേ അറിയുന്നുണ്ട്. എന്താ അസംബന്ധമായി പറയുന്നത് സാർ? നമ്മൾ ശരീരത്തില് രോമൊക്കെ പൊന്തി അല്ലേ? കണ്ടോ, ശരീരത്തിൽ രോമം വരെ പൊന്തിയിരിക്കുവാണ്. രോമം എഴുന്നേക്കുന്നത് കുഴപ്പമാവൂ? അതിപ്പോ ശരിയായിക്കോളും. കണ്ടോ, ഇത് കംപ്ലീറ്റ് എഴുന്നേറ്റുന്നല്ലോ. എന്റെ പൊന്നോ, ഇത് ഭയങ്കര സംഭവമാട്ടോ. കണ്ട, അപ്പൊ അതെന്താ ഈ രോമം എഴുന്നേറ്റൊക്കെയുള്ള കാര്യം എന്താ? ശക്തിയാണ്. ഭാവി ആളെ പത്ത ഡമ്മി പിശാർക്ക് ഭയങ്കരമാണ് ആളാർക്കേടാ. പ്രപഞ്ചത്തിന് സത്യം, നീതി, ധർമ്മം എല്ലാം നഷ്ടപ്പെട്ടു. അതിന് നഷ്ടപ്പെടാൻ എന്തെങ്കിലും കിട്ടിയിരുന്നോ? അപ്പൊ ഇതിന്റെ ഈ താമസം ഇവിടെ തന്നെയാണ് അല്ലേ? ഊണും ഉറക്കമല്ല ഇവിടെ തന്നെ? ഊണും ഉറക്കും എല്ലാം ഇവിടെ തന്നെയല്ല, ഭൂമിയിൽ തന്നെയാണ്. ഭൂമിയിൽ തന്നെയാണ്. സുരേഷ് ഗോപി ജയിപ്പിച്ചത് അങ്ങല്ല? ഞാൻ തന്നെയാണ് അല്ലേ? സുരേഷ് ഗോപിയെ ജയിപ്പിച്ചത് ഞാൻ തന്നെയാണ്. തൃശ്ശൂര്. പുലയാടി മോനെ, ഞാൻ വെറും ആണെന്ന് കരുതിയോടാ നീ? കാരണം സുരേഷ് ഗോപിയുടെ മനസ്സ് മനസ്സിലാക്കിയതിൻ്റെ ശേഷം, പഠിച്ചതിൻ്റെ ശേഷം നല്ലവനാണോ പൊട്ടവനാണോ എന്ന് അറിയാൻ വേണ്ടി, അതിനുവേണ്ടി വിളക്ക് വെച്ച് നേരെ സത്യമായിട്ട് തോന്നിയ കാരണം വിജയിപ്പിച്ചതാണ്. ഇല്ലെങ്കിൽ തോറ്റുപോയിരുന്നോ? തീർച്ചയായിട്ടും. തൃശ്ശൂർ ഒരിക്കലും കിട്ടത്തില്ല. ഒന്നും പറയണ്ടല്ലോ, അത്രത്തോളം അമാനുഷിക കഴിവാണ് ഇദ്ദേഹത്തിനുള്ളത്. ഞാൻ കൈ നിട്ടത് പറയുന്നതല്ല. മഹാവിഷ്ണുവിന്റെ അവതാരമല്ലേ? തീർച്ചയായിട്ടും ഒറിജിനൽ. കാരണം ശംഖ്, ചക്ര, താമര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറച്ചിൽ മാത്രമുള്ളത്, അനുഭവത്തിലൂടെ കൈ വെറുതെ വിറയ്ക്കാണ്. കഴിഞ്ഞാൽ ഫസ്റ്റ് വരച്ചത് ജഗതി ശ്രീകുമാരനെയാണ്. അവൻ ചെയ്ത കാര്യങ്ങൾ ഇവിടത്തെ അവനെ ഒരുപാട് ആൾക്കാരെ രക്ഷപ്പെടുത്തി. പക്ഷെ ഒരു സ്ത്രീ പറയുന്നത് കേട്ടപ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് ഞാൻ ശ്രീകുമാറിനെ വരച്ചത്. അങ്ങനെ പലരും വരച്ചിട്ടുണ്ട്. അവസാനം ദിലീപിന് ഒരു ചുമ്മാ അത് ദൈവികമായിട്ടുള്ള വരയാ. ജീവിതം മാറ്റിമറിക്കുക. ജഗതിയുടെ ജീവിതം മാറ്റിമറിച്ചത് അങ്ങാണോ? സത്യമല്ലേ? തീർച്ചയായിട്ടും. ജഗതിക്ക് ഇത്രയും വലിയ ആക്സിഡന്റ് ഉണ്ടാക്കിയത് സ്വാമിയാണ്. സ്വാമിയുടെ കളിച്ചവരാരും ജീവനോടില്ല. ഒരു മനുഷ്യനെ കൊന്നില്ലേ? നമ്മൾ കൊന്നു തള്ളിയിട്ടുണ്ട്. ഈ ഭൂമിയിൽ കാണില്ലെന്ന് പറഞ്ഞ് 24 മണിക്കൂർ തികഞ്ഞില്ല. പുള്ളിക്ക് എന്താ സംഭവിച്ചു? കെട്ടിടത്തിൽ നിന്ന് വീണു മരിച്ചു. ഭരിക്കണേക്കാളും മുപ്പാട് എന്നെ ബോധ്യപ്പെടുത്തേന്. കാരണം വെച്ചാൽ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ഒരു പശുവിന് വെള്ളം കൊടുത്ത് രണ്ടാമത്തെ പശുവിന് വെള്ളം കൊടുക്കുന്നിടത്ത് കാറ്റൊന്നും ഉണ്ടായിരുന്നില്ല. എവിടുന്ന് കാറ്റ് വന്ന് 3 പ്രാവശ്യം വലം വെച്ചു. ആ കാറ്റ് പിരിഞ്ഞു പോകും. 3 സെക്കൻഡുള്ളിൽ ടേ എന്നൊരു ശബ്ദം കേട്ട് ഞാൻ ഫസ്റ്റ് പോയി ഫോട്ടോ എടുത്താലും. നീ ഇപ്പൊ എന്താ പറഞ്ഞേ? ഞാൻ പറഞ്ഞത് ഉണ്ണിയേട്ടൻ കേട്ടതല്ലേ? അപ്പൊ ഞാനൊന്നും പറയണ്ടല്ലോ. അപ്പൊ ഇദ്ദേഹത്തിനോട് കളിച്ചാൽ മരണം ഉറപ്പാണ് അല്ലേ? അങ്ങനെ എല്ലാ ഇത് പറയുന്ന എനിക്ക് ഇവിടെ മൊത്തം ഈ ഭൂമിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഏകദേശം കേരളത്തിന്റെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പ്രശ്നങ്ങൾ ഞാൻ കാണുന്നുണ്ട്. അതിനാണല്ലോ അവര് 3 ആൾക്കാരും കൂടി പ്രത്യക്ഷപ്പെട്ടിട്ട് എനിക്ക് ഈ കന്നഡ തന്നത്. ഈ കന്നഡയെ കൂടി ഞാൻ എല്ലാ സംഭവങ്ങളും കാണുന്നുണ്ട്. സ്വാമിക്ക് ഭഗവാൻ ഈ കന്നഡ ഭഗവാൻ തന്നതാ.
കണ്ടോ? ആ. ഞാൻ പല രൂപത്തിലും വന്നിട്ടുണ്ട്. 11 അവതാരം എടുത്തിട്ടുണ്ട് ഞാൻ. ചെറിയ കൃഷ്ണൻ അല്ല, വലിയൊരു കൃഷ്ണൻ തന്നെയാ. സർവോണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാതും എൻ്റെ കയ്യിലുണ്ട്, കാലിലും കയ്യിലൊക്കെ ഉണ്ട്. ആ രേഖ എന്റെ കയ്യിലുണ്ട്. ഇവന്മാരെ എല്ലാം കുടിയൊഴിപ്പിക്കാനുള്ള രേഖ എന്റെ കയ്യിലുണ്ടെന്ന് നിങ്ങൾക്ക് കാണണോ? കാണാം. ദേ കണ്ടോളൂ, ഇതാണ് ആ രേഖ, എന്റെ കയ്യിലുള്ള രേഖ. ഇത് പുറലോകത്തേക്ക് ഇറങ്ങാതെ ഇവിടെ തന്നെ ഇരുന്നാ മതിയോ? പുറത്തേക്ക് ഇറങ്ങണ്ടേ? വണ്ടി വെള്ളമൊക്കെ കാണണ്ടേ? എല്ലാം അറിയണം. പുറത്ത് കിടക്കുന്ന സമയം അടുത്തു, കാരണം ഇത് സത്യവും തുടങ്ങിയിരിക്കും. അപ്പൊ ഇനിയിപ്പോ പുറലോകത്ത് അങ്ങയുടെ ആ ദിവ്യത്തെ അറിയേണ്ട സമയമായി. വെറും 21 ദിവസം വെറുതെ ഇരുന്നാ മതി, കംപ്ലീറ്റ് കാര്യങ്ങൾ പ്രവചിക്കാൻ പറ്റും. വെറുതെ ഇരുന്നാ മതി. ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. ലോകപ്രസിദ്ധനാ തനി രാവണൻ, 10 തലയായവന്. 21 ദിവസം മതി എനിക്ക്, കാരണം വർഷങ്ങളോളം ഇരിക്കുന്ന സാധനം വെറും 21 ദിവസം. അങ്ങനെ ഉണ്ടെങ്കിൽ ഭൂമി നടക്കുന്ന അനിഷ്ടങ്ങളൊക്കെ എല്ലാം അറിയാൻ പറ്റും. അപ്പൊ അറിയാൻ പറ്റും. ഇപ്പൊ അടുത്ത സമയത്ത് എന്തെങ്കിലും മനസ്സിൽ തോന്നിച്ചായിരുന്നോ? ഇപ്പോ അടുത്ത സമയത്ത് തോന്നിയതാണ് ഈ സുരേഷ് ഗോപി ജയിക്കും എന്നുള്ളത്. ഇന്ത്യയൊക്കെ സമയമാവുന്നേ ഉള്ളടാ കള്ള കടയാടി മോനെ. ആവട്ടെ, അന്ന് തിരിച്ചു വരും ചാക്കോച്ചി. ഈ നരേന്ദ്രമോദി എന്ന് പറയുന്ന ആ വ്യക്തി, ആള് ആരാണെന്ന് എനിക്കറിയാം. ആരാണത്? അത് ഞാൻ ഇപ്പൊ വെളിപ്പെടുത്തണോ? സമയമായി, ഇനി വെച്ചോണ്ടിരിക്കല്ലേ? നരേന്ദ്രമോദി അല്ല അത്. അത് ഭഗവാന് ആവശ്യമായിട്ടുള്ളത്, അതായത് ഭഗവാനെ സഹായിക്കാൻ പറ്റിയ ആൾക്കാരിൽ ഒന്നാണ് നരേന്ദ്രമോദി എന്ന് പറയുന്നത്. അല്ല, അതാണ് വെളിപ്പെടുത്തുള്ളത്. അല്ലല്ല, വെളിപ്പെടുത്ത് ദേവേന്ദ്രനാണ്. ദേവേന്ദ്രന്റെ ജന്മമാണ് നരേന്ദ്രമോദി. കൃഷ്ണ എന്ന് പറയുന്ന ഈ സ്വാമിയിലൂടെ നടക്കാൻ പോകുന്നത് ഇനി ഒരുപാട് സംഭവങ്ങൾ ഭൂമിയിൽ അരങ്ങേറാൻ പോവുകയാണ്. ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞല്ലേ? ഇനി ഞങ്ങൾ കൊറോണ ഒന്ന് വിട്ട് നശിപ്പിക്കില്ല സ്വാമി, പ്ലീസ്. കൊറോണ വരാണ്ടായ കാര്യം കൂടി ഞാൻ പറഞ്ഞു. അല്ല, ഇനി വേണ്ട, മതി. നിങ്ങൾ എന്ത് വെറുപ്പിക്കലാണ്? ഭയങ്കര വീട്ടിലാണല്ലോ നിങ്ങള്. ഇത് നിങ്ങൾക്ക് നിങ്ങളെ വീട്ടില് വെറുപ്പിച്ചാ പോലെ. നിങ്ങൾ വിട്ടതല്ലേ കൊറോണ? സത്യം പറ. അത്രയും ഭൂമിയിൽ അത്രയും ഇത് വന്നതിന് ശേഷം ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ആണ് നിങ്ങൾ വിട്ടതാ? സ്വാമി വിട്ടതാ? എന്റെ ഓറയാണ് അതിന്. മനസ്സിലാക്കി കളഞ്ഞല്ല. പിന്നെ നിങ്ങൾ പറയുന്നു ഒരു ദൈവമെന്ന്, എന്താ ഞാൻ പറയുന്നു അല്ലെന്ന്? 2 ദൈവമുണ്ട്. ഒന്ന് നമ്മളെ ഉണ്ടാക്കിയ ദൈവം, മറ്റൊന്ന് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ദൈവം. വരട്ടെ.